ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എൻ്റെ പേര് ജിജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തുടക്കക്കാര് RRB ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ സിലബസ് ശ്രദ്ധിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സിലബസ്. അപ്പൊ RRB ഗ്രൂപ്പ് ഡിക്ക് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതായത് RRB ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഓക്കെ, എന്തായാലും നമുക്ക് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാൻ പറ്റും. അപ്പോൾ പഠിച്ചു തുടങ്ങാം. അതുകൊണ്ട് എല്ലാതും വായിക്കുകയല്ല ചെയ്യേണ്ടത്. RRB ഗ്രൂപ്പ് ഡിക്ക് ഒരു സിലബസ് ഉണ്ട്. ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാല് മാത്സ് ആൻഡ് റീസണിങ് അല്ലെ. മാത്സ് ആൻഡ് റീസണിങ് ആണ്. മാത്സും റീസണിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതിനെന്തായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തൊരു ഡൗട്ട്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ പഠിക്കണ്ട. ഇതിനു വേണ്ടി വേറെ എക്സാമിന് വേണ്ടി പഠിച്ചോളൂ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പഠിച്ച് കഷ്ടപ്പെടണ്ട. കാരണം RRB ഗ്രൂപ്പ് ഡിയിലെ ഇംഗ്ലീഷ് ഇല്ല. അപ്പൊ ഈ സിലബസ് ഒന്നും അറിയാത്ത ഒരാൾ പഠിക്കുവാണെങ്കിൽ എല്ലാതും പഠിക്കും, ഇംഗ്ലീഷ് ഉൾപ്പെടെ പഠിച്ചു വെക്കും. പക്ഷെ കാര്യമുണ്ടോ? കാര്യമില്ല. നമുക്ക് RRB ഗ്രൂപ്പ് ഡിയെ സംബന്ധിച്ചിടത്തോളം 6 മാസം നമ്മൾ മാറ്റിവെക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ 6 മാസം മാറ്റിവെക്കാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു നല്ലൊരു റിസൾട്ട് RRB ഗ്രൂപ്പ് ഡിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു, നല്ല പോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ സിലബസ് നോക്കുക. 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് അല്ലെ. 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അതുപോലെ ഈ 100 ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ് വരുന്നത്. ഓക്കെ, 90 മിനിറ്റ് ആണ് ടോട്ടൽ ഉള്ള സമയം. എത്രയാണ്? 90 മിനിറ്റ്സ് ആണ് ടോട്ടൽ. നമുക്ക് 90 മിനിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ 90 മിനിറ്റിനുള്ളിൽ 100 ക്വസ്റ്റ്യൻസ് എടുക്കണം. സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പണ്ടത്തെ PSC എക്സാമിനെ പോലെ ആയിരിക്കും. വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒന്ന് പരിശ്രമിച്ചാൽ കിട്ടാവുന്ന ഒരു പരീക്ഷയാണ്. അത് കാരണം നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് സിലബസ് നോക്കുക. സിലബസ് നോക്കാതെ തുടങ്ങരുത്. ഇനി അടുത്ത റിസോഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. RRB ഗ്രൂപ്പ് ഡിയുടെ റിസോഴ്സസ് എവിടെ നിന്ന് കളക്ട് ചെയ്യും? അപ്പൊ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്. മാത്സും അതുപോലെ തന്നെ നമ്മുടെ റീസണിങ്ങിന്റെ ഒക്കെ കൃത്യമായിട്ട് സിലബസ് നോക്കുക. അത് വെച്ചുള്ള കൃത്യമായിട്ടുള്ള മാർക്സ് പഠിക്കുക. വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു, മാത്സും റീസണിങ്ങും അങ്ങനെ വൃത്തിയായിട്ട് പഠിക്കുക എന്ന് മാത്രമല്ല, പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ്, ഇവിടെ നല്ല പോലെ ഈ റിസോഴ്സസ് കളക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ സയൻസ് ഒക്കെ ആണെങ്കിൽ ജനറൽ സയൻസ് 25 മാർക്കാണ് വരുന്നത്. അപ്പൊ ജനറൽ സയൻസ് എന്തായിരുന്നു, SCERT പഠിച്ചാൽ മതി. ജനറൽ സയൻസ് 25 മാർക്കിന് പോരാ. എന്തായിരുന്നു, CBSE ആണ്, NCERT ആണ് പഠിക്കേണ്ടത്. NCERT ആണ് പഠിക്കേണ്ടത്. 10 വരെയുള്ളതാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് കൂടുതൽ NCERTക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മള് സാധാരണ PSC എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ, അതുപോലെ തന്നെ ഏൻഷ്യന്റ് വേൾഡ് ഹിസ്റ്ററി ഒന്നും നമ്മൾ പഠിക്കണ്ട. ഓരോ ഇൻഡസ് വാലി സിവിലൈസേഷൻ മാത്രമല്ല, നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ RRB ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോഴെന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. സോ ഇതിന്റെ റിസോഴ്സസ് കളക്ട് ചെയ്യുക, NCERT ബുക്കൊക്കെ എടുത്തു വെക്കുക. അത് മാത്രം പോരാ, ഇനിയിപ്പോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ എടുക്കാം. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ വേണമെങ്കിൽ AZBയുടെ ആപ്പ് ഉണ്ട്. നമുക്ക് ആ ആപ്പിൽ ഫ്രീ ക്ലാസ്സുകൾ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ഫ്രീ ക്ലാസ് അല്ല, നിങ്ങൾക്ക് ഡെയിലി എന്തായിരുന്നു കൃത്യമായിട്ടൊരു സിലബസ് വൈസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് AZBക്ക് RRBയുടെ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഡെയിലി എന്തായിരുന്നു ഓരോ ക്ലാസ് വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വെച്ച് 1-2 ക്ലാസ് കാണുക. ആ ഒരു കൃത്യമായിട്ട് ടൈം ടേബിൾ പോവുക, അതിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അങ്ങനെ കൃത്യമായിട്ട് എന്തായിരുന്നു ഒരു ടൈം ടേബിളില് നിങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്ന കാര്യം. കാരണം റിവിഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. റിവിഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. റിവിഷൻ എന്ന് പറയുന്നത് അല്ലെ, കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിവിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു എന്നതിലല്ല, നമ്മൾ കുറച്ച് ക്വാളിറ്റിയിൽ പഠിക്കുന്നു, എത്രമാത്രം ക്വാളിറ്റി അതിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ റിവൈസ് ചെയ്യുന്നതിലൂടെ എന്തായിരുന്നു, നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയാണ് അവിടെ കട്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്തായിരുന്നു, നന്നായിട്ട് നമ്മൾ പഠിക്കും, പക്ഷെ എന്തില്ല, മറന്ന് പോലെ കുറച്ച് കൂടുതലായിരിക്കും നമുക്ക് അല്ലെ. മറന്നു പോലെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും നമുക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ എന്തായിരുന്നു, വൃത്തിയായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. റിവൈസ് ഇടയ്ക്കിടയ്ക്ക് പഠിച്ചത് പൊടി തട്ടി എടുക്കേണ്ടി വരും. അപ്പൊ റിവിഷൻ മസ്റ്റ് ആണ്. റിവിഷൻ ഇല്ലെങ്കിൽ നമുക്ക് A ആണോ B ആണോ C ആണോ എന്നുള്ള കൺഫ്യൂഷൻ എവിടെ വരും, പരീക്ഷാ ഹാളിൽ നിന്ന് വരും.
ഇനി അടുത്തതാണ് മോക്ക് ടെസ്റ്റ്. എത്രത്തോളം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ നമ്മളെ ഫിൽട്ടർ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒക്കെ അടിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് അടിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? മോക്ക് ടെസ്റ്റിലൂടെയാണ്. അപ്പൊ മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഇത്ര പരീക്ഷകൾക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും നമ്മൾ പഠിച്ചതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം നമ്മൾ പഠിച്ചാൽ മാത്രം പോരല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്യും കൂടി വേണം അല്ലെ? അപ്പൊ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരുന്നു നമുക്ക് ഇവിടെ നോക്കേണ്ടി വരും. സോ പഠിച്ചൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തന്നെ സ്വയം ലെവല് എന്താണ്, നമ്മൾ ഏതുവരെ എത്തി എന്ന് മനസ്സിലാക്കാനും മോക്ക് ടെസ്റ്റ് ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു? ടൈം മാനേജ്മെന്റ് ആണ് അല്ലെ? അത് കഴിഞ്ഞ് ടൈം മാനേജ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ടൈം മാനേജ്മെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ എന്തായിരുന്നു ടൈം മാനേജ്മെന്റ് വരുന്നത്? നമുക്ക് എല്ലാവർക്കും സമയമുള്ളത് 24 മണിക്കൂറാണ് അല്ലെ? 24 മണിക്കൂറാണ് എല്ലാവർക്കും സമയമുള്ളത്. ഈ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ പോലും ഏറ്റവും അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ എടുക്കുക. പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരിച്ചിരിക്കുന്നത്. അത് കാരണം പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിൽ പ്രയോറിറ്റി കൊടുത്ത് അത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 2 ദിവസം കൂടിയുള്ളൂ RRBക്ക് ലാസ്റ്റ് ഡേറ്റ്. ആരെങ്കിലും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ ആ കോഴ്സിനെ കുറിച്ച് പറയാം. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്, പ്ലസ് റെക്കോർഡ് സെഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് നമുക്ക് ഇതിലുണ്ട്. അതായത് നമുക്ക് മോക്ക് ടെസ്റ്റ് ഇല്ലേ, മോക്ക് ടെസ്റ്റ് നമുക്കുണ്ട്. പിന്നെ നമുക്ക് PYQ ഡിസ്കഷൻ, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം എന്താണ് നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നമ്മുടെ AZBയുടെ ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിന്റെ ലിങ്കോ കോഴ്സിന്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കോഴ്സിനെ കുറിച്ചോ എക്സാമിനെ കുറിച്ച് ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ എന്ത് ചെയ്യാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങളുടെ എന്ത് ക്വയറി ഉണ്ടെങ്കിലും അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതിയിടാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്തത് നമ്മുടെ ഈ ഒരു കോഴ്സ് നോക്ക് 1114 രൂപ. 1114 അല്ല 1499. ഒരു ആവേശം കൊണ്ട് പറഞ്ഞാണ്. 1499 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പൊ ഈ പൈസക്ക് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഈ കോഡ് ഉപയോഗിക്കുക. JI20 എന്ന് പറയുന്ന കോഡ് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നമ്മുടെ നമ്പർ ഒക്കെ വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അവസാനം ഓൾ കാറ്റഗറിയിൽ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഓൾ കാറ്റഗറീസിൽ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് ക്ലോസ് കൊടുക്കുക. സേവ് ആൻഡ് ക്ലോസ് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇങ്ങനെ കാണും. അപ്പൊ ഇവിടെ നമ്മുടെ ഹോമിൽ പോകുമ്പോൾ കുറെ ഓപ്ഷൻ കാണും. അതിൽ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒത്തിരി കോഴ്സസ് ഇവിടെ വരുന്നത് കാണാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, RRB ഗ്രൂപ്പ് ഡിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. RRB ഗ്രൂപ്പ് ഡിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഗ്രൂപ്പ് ഡിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാടി എന്തായിരുന്നു, ബൈ നൗ കൊടുക്കരുത്. കാരണം ഇപ്പൊ ഫീസ് 1860 രൂപയാണ്. ഇവിടെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റീഡ് മോർ എന്ന് കാണിക്കും അല്ലെ, ബ്ലൂല് കാണിക്കും. അപ്പൊ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാവ് എ കൂപ്പൺ കോഡ് അപ്ലൈ ഹിയർ എന്ന് പറയുന്ന ഒരു സ്പേസ് കാണും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കൂപ്പൺ കോഡായ JI20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക, ഡൺ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ 1490 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് ബൈ നൗ കൊടുക്കുക. എന്നിട്ട് ഫോൺ പേയോ ഗൂഗിൾ പേയോ എന്തുപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് പ്രധാനമായിട്ട് ഇന്ന് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.